നമ്മുടെ സംസ്ഥാനം അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. പ്രതിശീർഷ വരുമാനത്തിൽ നമ്മുടെ നാട്, നമ്മുടെ കേരളം ഇന്ത്യയിൽ ഇന്ന് 7ാം സ്ഥാനത്താണ്. സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാണ് ഈ പ്രതിശീർഷ വരുമാനം കണ്ടെത്തുന്നത്. 2020-ൽ 12ാം സ്ഥാനത്തായിരുന്നു കേരളം. അവിടെ നിന്നാണ് കേരളം സ്ഥാനം മെച്ചപ്പെടുത്തി ആദ്യ 7ലേക്ക് എത്തിയത്. 2020 മുതൽ 2025 വരെയുള്ള കണക്കുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് 2020-21 കാലയളവിലെ കണക്ക് നോക്കാം. അന്ന് ഈ പെർ ക്യാപിറ്റ ഇൻകമിൽ കേരളത്തിന്റെ റാങ്ക് അത് 12 ആയിരുന്നു. കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം, അതായത് ഒരു ശരാശരി മനുഷ്യന്റെ കേരളത്തിൽ അന്നുള്ള വരുമാനം എന്ന് പറയുന്നത് 1,94,432 രൂപയാണ്. ആ സമയത്ത്, അതായത് 2020-21 കാലയളവിൽ ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനം 1,27,065 രൂപയായിരുന്നു. ഇനി അടുത്ത വർഷത്തിലേക്ക്, അതായത് 2021-22 കാലയളവിലേക്ക് വരികയാണെങ്കിൽ അന്ന് ഈ പെർ ക്യാപിറ്റ ഇൻകമിൽ കേരളത്തിന്റെ റാങ്ക് എന്ന് പറയുന്നത് 11 ആണ്. കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം നോക്കുകയാണെങ്കിൽ വലിയ മുന്നോട്ട് പോക്ക് കാണുന്നുണ്ട്. 2,30,280 രൂപയാണ് ഒരു ശരാശരി മലയാളിയുടെ പ്രതിശീർഷ വരുമാനം അന്ന്. അത് കഴിഞ്ഞ് ഇനി ഇന്ത്യയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ നോക്കൂ, ഇന്ത്യയും കേരളവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് നോക്കൂ. ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം അത് 1,48,524 രൂപയാണ്. ഇനി നമുക്ക് അടുത്ത വർഷത്തേക്ക് വരാം. അതായത് 2022-2023 കാലയളവാണ്. അവിടെയും കേരളത്തിന്റെ റാങ്കിൽ മാറ്റമൊന്നുമില്ല, 11-ൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനത്തിൽ വർധനയുണ്ട്. അത് 2,57,307 രൂപയായി ഉയരുകയാണ്. ഇനി ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം നോക്കുകയാണെങ്കിൽ 1,72,276 രൂപയാണ് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം. ഇനി നമ്മൾ അടുത്ത കാലയളവിലേക്ക് വരികയാണെങ്കിൽ, അതായത് 2023-24 കേരളത്തിന്റെ റാങ്ക് മെച്ചപ്പെടുകയാണ്. 11-ൽ നിന്ന് നമ്മുടെ റാങ്ക് 9-ലേക്ക് എത്തുകയാണ്. കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനവും വർദ്ധിക്കുകയാണ്. 2,81,269 രൂപയായി വർദ്ധിക്കുന്നു. അതേസമയം ഇന്ത്യയുടെ വരുമാനത്തിലും മാറ്റമുണ്ട്. പക്ഷേ കേരളത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്നില്ല. 1,88,892 ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം. ഇനി നിലവിലെ വർഷം നോക്കുകയാണെങ്കിൽ, അതായത് 2024 മുതൽ 2025 നവംബർ വരെയുള്ള കണക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരളത്തിന്റെ റാങ്ക് വലിയ രീതിയിൽ മെച്ചപ്പെടുകയാണ്. കേരളത്തിൽ വലിയ ജമ്പാണ്. കേരളത്തിന്റെ റാങ്ക് 7ലേക്ക് മാറുകയാണ്. കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്, അതായത് ഒരു ശരാശരി ഒരു മലയാളിയുടെ വരുമാനം അത് 3,08,338 രൂപയായി ഉയരുകയാണ്. ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം ആ സമയത്ത് 2,05,324 മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം. അതായത് ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം ഇന്ന്. പ്രതിശീർഷ വരുമാനത്തിൽ, ശരാശരി വരുമാനത്തിൽ നമ്മുടെ നാട് ഇന്ത്യയേക്കാൾ, അതായത് നമ്മുടെ രാജ്യത്തെക്കാൾ എത്രയോ മുന്നിലാണ്. അതിദാരിദ്ര്യമുക്തം എന്ന ചരിത്ര പ്രഖ്യാപനത്തിന് പിന്നാലെ മറ്റൊരു നേട്ടം കൂടി നമ്മുടെ നാട് കൈവരിച്ചിട്ടുണ്ട്. അത് ഡിജിറ്റൽ സാക്ഷരതയാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ സാക്ഷരത അത് 38% നിൽക്കുമ്പോൾ കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ശിശു മരണ നിരക്കിൽ അമേരിക്കയ്ക്ക് മുന്നിലാണ് കേരളമുള്ളത്. അതായത് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 5-ൽ താഴെയാണ് മരണനിരക്ക് കേരളത്തിൽ.